കിട്ടിയത് ഇതിന്റെ നമ്മള് നട്ടില്ലായിരുന്നോ? സന്തോഷം. പുളിയെ കുറിച്ചാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാരും കാണുള്ളൂ. ഈ പുളി നടുമ്പോൾ നമ്മൾ അതിന്റെ തൈയും കുറച്ച് മണ്ണും നമ്മൾ തടവെടുത്ത് വെക്കണം. എന്നിട്ട് നമ്മൾ കുറച്ചതിന് വെള്ളവും അതിനെല്ലാം നമ്മൾ ഇടണം. എന്നിട്ട് നമ്മൾ രാവിലെ വന്ന് നോക്കുമ്പോൾ അതിന് വെള്ളവും എല്ലാം കൊടുത്ത് തളിച്ച് നമ്മൾ അതിന് ശുദ്ധവായു കൊടുക്കണം. അപ്പൊ അത് നന്നായിട്ട് വളർന്ന് വലുതായി നമ്മൾ ഈ പ്രദേശം കാണുന്നുണ്ടോ? ഈ പ്രദേശം എല്ലാം കാണണമെങ്കിൽ അത് നല്ലതായിട്ട് കിളിച്ച് ഒരു നമ്മൾ ഇങ്ങനെ നമ്മൾ അതിന് ചാണകമെല്ലാം ഇട്ടിട്ട് അത് നല്ലതായിട്ട് നമ്മൾ അതിന് വെള്ളമൊക്കെ കൊടുത്ത് അത് വലിയ ഒരു മരമായി മാറും. താങ്ക് യു. ഞങ്ങൾ കുറെ മാസത്തിന് മുമ്പേ നട്ടത്. ഇപ്പൊ ഇത്രയും വലുതായി. കാറ്റെല്ലാം അടിച്ച് ചാഞ്ഞ് കടന്നു. അതാണ് ഈ ചേമ്പ് കുറച്ച് ദിവസമായിട്ട്. നമ്മൾ ചേമ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ചേമ്പ് കാറ്റടിച്ച മഴയായപ്പോൾ കാറ്റടിച്ചപ്പോൾ ഇതങ്ങ് പോയിരുന്നു. നമ്മൾ അതിന് ഒത കൊടുത്ത് വെച്ചേക്കുവാണ്. കെട്ടി ഉറപ്പിച്ച് നമ്മൾ ഉറച്ചു കൊടുത്തേക്കുക. ഇത് ഇന്നാണ് വലുതായത്. മരങ്ങളെ പറ്റി പറഞ്ഞു, ചെടികളെ പറ്റി പറഞ്ഞു, തെങ്ങിനെ പറ്റി പറഞ്ഞു, ചേമ്പിനെ പറ്റി പറഞ്ഞു, പിന്നെ തെങ്ങിനെ പറ്റി പറഞ്ഞു, വാഴയെ കുറിച്ച് പറഞ്ഞു, ചേമ്പിനെ കുറിച്ച്. ഞാൻ നട്ട് കുറച്ച് ദിവസമായി, കുറച്ച് മാസമായി. ഇപ്പൊ നല്ല വളർന്നു. ശിവരാത്രിക്കാണ് നട്ടതാ. ഇത് കാറ്റടിച്ച് താഴെ വീണ് ഇപ്പൊ ഒത വെച്ചതാ. നമ്മൾ ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് ദിവസമായി കാച്ചിൽ നട്ടിട്ട് അവിടുന്ന് എടുത്തോണ്ട് വന്നതാ. ഇതെല്ലാം അങ്ങനെ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതിനെല്ലാത്തിനും. ചേച്ചി നമ്മുടെ തെങ്ങ് ചെല്ല് കയറി ഇതാ. ഇനി നല്ലതാണെന്ന് അറിയത്തില്ല. ഇത് മൊത്തം ചെല്ല് കയറി പന്നതായി പോയതാണ്. ആ തെങ്ങെല്ലാം നല്ലതാ. ഇതും അതും ഉണ്ടാവാനുണ്ട്. ചെല്ല് കയറിയ തെങ്ങ് ഇതല്ല. ഇത്രയല്ല. ഇനി അടുത്ത ഇത് നമ്മുടെ സാധാ ഇത് ഇല്ല തെങ്ങല്ല. നമ്മൾ നല്ലതായിട്ടിരിക്കുക. ഇതെല്ലാം നമ്മുടെയാ. അപ്പൊ നമ്മൾ 5 മാസമായിട്ടുള്ളത് കിളിച്ചു. നമ്മൾ അതിനിപ്പോ വെള്ളം നൽകുകയാണ്. വെള്ളം അറിയത്തില്ല. ചുമന്നതാന്ന് വെള്ളം നൽകണം. നമ്മളിപ്പോ ചുമന്നതോ നമ്മൾ വെള്ളം ഇങ്ങനെ കുറയണം. കളറില്ല വലിയ പിടിക്കുന്നതാണ്. പക്ഷെ ഇത് കിളിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ഇത്രയും നമ്മളാക്കി. ഞങ്ങൾ ജനിച്ചപ്പോ നട്ടത്. നമ്മളൊക്കെ പൈസകളൊക്കെ ഉള്ളതാ. നമ്മളങ്ങനെയൊക്കെ. അപ്പൊ നമ്മുടെ ഈ വാഴകളും വാഴത്തോട്ടവും പിന്നെ നമ്മളൊക്കെ എങ്ങനെയൊക്കെയാണ്? സൂപ്പർ അല്ലയോ? കാണുമ്പോ ഒരു പേടി വരും. അന്നേരം ഞങ്ങൾ അന്ന് കറണ്ട് പോയപ്പോൾ വലിയ സംഭവമാണ് ഇവിടെ നടന്നത്. അന്നാദ്യം ലൈറ്റും മിന്നലും ഒക്കെ വന്നപ്പോ ഞങ്ങളത് പേടിച്ച് വരണ്ടു പോയി. ഇത് രമ്പയാണ്. ഇതിന്റെ ഈ പൂ പോലത്തെ സാധനത്തിന്റെ തുമ്പ് തൊട്ടാൽ നമുക്ക് മുള്ളു കൊള്ളുന്നോട്ട് തോന്നി. ഇത് നമ്മുടെ ബിരിയാണി ഇലക്കൊക്കെ നല്ലതാ. ബിരിയാണി വെക്കാൻ ഔഷധമാണ്. ഇത് കരിവേപ്പില. ഇത് നമ്മുടെ മോട്ടർ അടിക്കുന്ന ഇത് നമ്മുടെ ഒരു നല്ല മാവാ. ഈ മാവ് പകുതി ആയപ്പോ കിളിക്കുന്നില്ല. നമ്മൾ വീഴുകയാണെങ്കിൽ നമ്മൾ ഈ സസ്യം ചെയ്തിട്ട് നമുക്കിവിടെ കാര്യം നമുക്ക് നല്ല ആശ്വാസം. നന്ദി. ചുമയൊക്കെ വരുമ്പം ഇത് പറിച്ച് പഞ്ചസാര എല്ലാം വെള്ളത്തിലിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെള്ളത്തിലിട്ട് കുടിക്കുവാണെങ്കിൽ ചുമയൊക്കെ ഇതാവെന്ന് പറയുന്നത്. നമ്മൾ ബിരിയാണി എന്തായാലും വെക്കാൻ നേരത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ബിരിയാണിക്ക് ബിരിയാണിയുടെ വെന്ത് കഴിഞ്ഞിട്ട് അതിന്റെ മണ്ടയ്ക്കോട്ട് കുറച്ചിടാൻ നല്ല സ്വാദായിരിക്കും. നമ്മൾ സ്വാദിന് നമ്മൾ ഇങ്ങനെ പൊതിയണം. അപ്പൊ നമ്മളത് തുറന്ന് നോക്കുമ്പോൾ നല്ല രുചിയായിരിക്കും. കൊറേ വശമായി നട്ടിട്ട്. ഇതിന് ഇത്രയും മണ്ണുണ്ട്. ഇത് താഴെ വീഴും. പക്ഷെ താഴെ കൊറേ വീഴും. പക്ഷെ ഞങ്ങൾ ഇതിനകത്ത് ഇത് കുറച്ചേ കഴിക്കത്തുള്ളൂ. ബാക്കിയെല്ലാം കിളി കൊത്തും. നമ്മളത് വറക്കാനും വേവിക്കാനും നമുക്ക് കഴിക്കാനും നല്ല രുചിയായിരിക്കും.
ഞാൻ കുറച്ച് ഇത് അമ്മ നട്ടതാ. ഇതിനകത്ത് ഇന്നും കായൊന്നും പിടിച്ചു വന്നില്ല. സീതപ്പഴം കുറെ ഉണ്ട്. ഇതിന്റെ ചെറുതിന്റെ ഇത്ര ഉണ്ടായിരിക്കും. ഇതിന്റെ ചെറിയ ഇത് നമ്മളിത് നട്ട് വളർത്തി ഇത്ര ആക്കിയിരുന്നു. നല്ല രസമുണ്ട് ഇത് കാണാൻ. നല്ല പഴുത്തതാ ഇത്. ഇത് നമ്മുടെ ഉറുമ്പാണ്. ഇത് നമ്മുടെ മന്ദാരമാണ്. ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പ് ഞങ്ങളുടെ അമ്മാമ്മയുടെ വീട്ടിൽ പോയപ്പം അവിടുന്ന് കൊണ്ടുവന്ന അരിയാ. ഞാൻ ചുമ്മാ എടുത്ത് ഇവിടെ ഇട്ടപ്പോ തന്നെ കിളിച്ചതാ. ഇത് നല്ല പേരക്ക. ഇത് ഇത്രച്ചാവുന്ന പേരയാ. നല്ല മഞ്ഞ കളറിലെ മധുരമുള്ള നല്ല പേരക്ക ഇതിനകത്ത് നിന്ന് പിടിച്ചു തരും. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെള്ളപ്പേരക്ക. ഇതാണ് മൾബറി. ഇത് പട്ടുനൂൽപ്പുഴു തിന്നുന്ന ഇല അറിയാമോ? ആ ഇലയാണ് ഈ മൾബറിയുടെ ഇല. ഇതിന്റെ സ്വാദം എന്ന് പറഞ്ഞാൽ നല്ല മധുരമായിരിക്കും. കറുത്ത കളറാണ്. ഞങ്ങളുടെ അപ്പച്ചയുടെ മോൻ കൊണ്ടുവന്നതോ. ഇത് കമ്മലത്തെയാണ്. ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ആന്റി തന്നതാ. ഇത് കുറച്ച് ദിവസമായി. ഇവിടെ പൂക്കളുണ്ട്. നമ്മളത് പല കളർ നമ്മളിപ്പോ കാണിക്കുകയാണ്. ഇത് കണ്ടോളൂ. 1 2 3 4 5 6 7 8 9 10 കളർ പൂക്കളുണ്ട് നമുക്ക്. കൂടെയുള്ള ഒരു പൂവാണ് ഇത്. ഓർക്കിഡാ. ഇതിന്റെ മഞ്ഞ കളർ ഉണ്ട്. ഇത് കുറച്ചൊക്കെ പന്നലായി വരുന്നുണ്ട്. ഇത് ഇതിന്റെ അരിയാ. ഇംഗ്ലീഷ് ഗുൽമോഹർ എന്ന് പറയും. ഇത് ഇപ്പൊ കുറച്ച് നാളായിട്ട് വെട്ടിവിട്ടേക്കോ. നല്ല രസമായിരുന്നു ഇത് കാണാൻ. ഇലച്ചെടിയാണ്. നേരത്തെ ഇതിനകത്ത് ഒരു കിളിക്കൂടുണ്ടായിരുന്നു. ഇത് വെട്ടിവിട്ടോണ്ട് ആ കിളിക്കൂടെല്ലാം പോയാണ്. ഇത് റെഡ് ലിപ്സ്റ്റിക് ആണ്. ഇതിനകത്ത് നിന്ന് മൊട്ട് വരുന്നുണ്ട്. ഒരു വെള്ളപ്പൂവാ. ഡാലിയ ആണ്. ഇത് നല്ല രസമില്ല കാണാൻ. ചുവന്ന കാട്ടടിയാണ്. ഇതിപ്പോ ഭയങ്കര ട്രെൻഡാ. ഇതിന്റെ വെള്ളമുണ്ട്. വെള്ളം ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലില്ല. ഇത് ഓർക്കിഡിന്റെ വേറൊരു ടൈപ്പാണ്. ഇത് കണിക്കൊന്നയുടെ കൂട്ട് തോന്നും. ഇതാ കണ്ട ഒരു ബട്ടർഫ്ലൈയുടെ കൂട്ടിരിക്കും. ഒരു വെള്ള കളറിലെ ഒരു ബട്ടർഫ്ലൈയുടെ കൂട്ട്. അതിന്റെ 2 കൊമ്പ്. ഇതിന് നല്ല മണമാണ്. ഇത് നല്ല കളർഫുള്ളാണ്. ഇത് കാണാൻ മനോഹരമാണ്. നമ്മുടെ മാങ്ങാച്ചെടിയാണ്. ഇതിപ്പോ നല്ലതായി. ഇത് വെട്ടിവിട്ടതാ. കൊറേ പിടിച്ചു നിൽക്കണം. ഇതിന്റെ വലുത് ലവിടായിട്ട് നിൽക്കണം. അതിന് അവിടെ ഇത് ചീനപ്പുളിയാണ്. കൊറേ നാളെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ആണ്ടൊരെണ്ണം നിൽപ്പുണ്ട്. ഓരക്കുരുവാണ്. ഇത് കയ്യെ പറ്റിയാൽ നല്ല രസമായിരിക്കും. നല്ല പൂവ് പറിച്ചതാ. ഇതോ ചേന. ഇതിനകത്ത് കാ പിടിച്ചില്ല. പിടിക്കാനായതേ ഉള്ളൂ. ഇത്രയും ആകുമ്പോ ഇതിനകത്ത് കാ പിടിക്കാൻ. ഇത് വരിക്കച്ചക്കയാണ്. ഇതിനകത്ത് ഇഷ്ടം പോലെ ചക്കയുണ്ട്. ഇപ്പോണ്ട് കുറച്ചൊക്കെ പറിച്ചതാ. മേളിലാ നിൽക്കുന്ന. നിങ്ങളിപ്പോ കാണിക്കാം. അവിടുന്ന് ഹൈറ്റ് 10-15 കോടി ചക്ക ഉണ്ടായിരുന്നു. അതെല്ലാം പറിച്ച്. അരളിപ്പൂവാണ്. ചുമന്ന കളറിലെ അരളിപ്പൂ ഉണ്ടാവും ഇവിടെ. ചുമന്ന കളറിലെ അരളിപ്പൂവാണ്. ചെടിയാണ്. ഇതിന്റെ പൂ ചുമന്നതുണ്ട്, മഞ്ഞയുണ്ട്. മഞ്ഞ ഇപ്പം എല്ലാം പന്നലായി നിൽക്കുക. അത് കോളാമ്പി പൂ. നല്ല രസമുണ്ടോ അല്ലേ? കമ്മലടിയാണ്. ഇതല്ല. ഇതിന്റെ മൊത്തം കളറൂടെ കൂണ്. ഇത് തെറ്റിയാണ്. കണ്ടിത് തെറ്റിയുടെ കായ കൊറേ ഉണ്ട്. ഈ തെറ്റിക്ക. ഇത് തെറ്റിക്കായാണ്. കഴിക്കാൻ നല്ലതാ. അങ്ങനെ കറക്കി എടുക്കുവാണ്. ഇതൊന്നും പറഞ്ഞു തരത്തില്ല. പാടാവാതെ എളുപ്പം പറ്റി. ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ചെടിയാണ്. വേറെല്ലാം ഇവിടെയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. അരളിയാണ്. നല്ല ചെറിയ ചക്ക പിടിക്കുന്നത്. നല്ല മധുരമുള്ള ആണ്. ഞങ്ങളുടെ അനിതാമ നട്ട പൈലറ്റ് മുളകാണ്. വയലറ്റ് മുളകാണ്. ഞങ്ങളുടെ നല്ല രസമില്ല കാണാൻ ഈ ചെടി. അനാറാണ്. 2 എണ്ണം ഉണ്ട് കൈ. പിന്നെ പുളി
മാറ്റി. നല്ല സ്മൂത്ത്നെസ് ഉണ്ട്, തൊടുമ്പോ ഇഷ്ടം പോലെ ഉണ്ട്. ഇതെന്റെ ചേച്ചിയുടെ വീടാണ്. ഇവിടെ ഇഷ്ടം പോലെ തെങ്ങുണ്ട്. ഈ തെങ്ങിന് ഇഷ്ടം പോലെ ഉണ്ട്. ആ തെങ്ങില് ഇത് ഓമയാണ്. ചാക്കി നട്ടതാ. ഇത് ഇത്രയും വലുതായി. പിടിച്ചു കുടിക്കാനും നല്ലതാണ്. ഇത് ഒന്ന് നീല ഒന്ന് വെള്ള വശത്തുണ്ട്. സ്ലേറ്റ് തുടയ്ക്കാൻ എടുക്കും, തോരൻ വെക്കാൻ കഴിക്കുന്ന നല്ലതാ. നല്ല കയ്പ. നമ്മള് റോഡ് സൈഡിലോട്ട് ഉള്ള ചെടികൾ കാണാൻ പോവാണ് ഇപ്പം. ഇതൊരു സൈസ് ചൊവ്വയുള്ള വെള്ളപ്പൂവാ. ഇത് തുളസി. ഇത് മഞ്ഞത്തെറ്റി. ഇത് രണ്ട് പൂ പോലെ തോന്നുന്നു. ഇത് രണ്ട് പൂവല്ല, ഒന്ന് ഇതിന്റെ അടിയിലത്തെ ഒരിതാ. ഇതാ ഇതിന്റെ മഞ്ഞപ്പൂ. പാലപ്പൂ മരമായിട്ടാ അറിയപ്പെടുന്നത്. ഇത് ഞാൻ കാണിച്ച പാലപ്പൂ നട്ടേക്കുന്നതാ. ഇത് ക്യാബേജുകളുടെ കൂട്ടത്തെ ഒരു ചെടിയാണ്. ഇത് ചെറിയ പാലപ്പൂവിന്റെ കൂട്ടത്തെ ഒരു ചെറിയ ചെടിയാ. റോസ് പൂ വരുന്നതാ. ഇത് മൊട്ടുണ്ട്. ഇപ്പൊ കാണിച്ചുകൊണ്ട് ഒരു ഇച്ചിരൂടെ നേരത്തെ ഡാർക്ക് അല്ലായിരുന്നു, അതിന്റെ ഇച്ചിരൂടെ ലൈറ്റ്. ഇത് നേരത്തെ കാണിച്ച മറ്റേ പാലപ്പൂവിന്റെ ചെറിയ ചെടി. തുളസിത്തറയാണ്, തന്നെ കിളിച്ചതാ. അമ്മ നട്ടതാണ് ഈ തെറ്റി. ഈ തെറ്റി ഉണ്ടോ? വലിയ തെറ്റി, വലിയ നീളമുള്ള തെറ്റിയാ. ഇത് തുളസി, ഇത് കൃഷ്ണ തുളസി. ഇതൊരു സൈസ് ചെറിയ റോസ് കളറിലെ തെറ്റിയാ. ഇതെല്ലാം തെറ്റിയാ, മഞ്ഞ തെറ്റിയാ. ഇത് ഞാൻ കാണിച്ചിട്ട് ഡാർക്ക് മറ്റേ അതിന്റെ ഒരു ആമയുടെ കൂട്ടത്തെ ഷേപ്പിൽ വെച്ചേക്കോ. ഇത് നല്ല ഷേപ്പ് ആയില്ല, കിളിച്ചു വന്നോണ്ടാ. ഇത് മറ്റേ മഞ്ഞ തെറ്റി. ഇത് ഏതാറാ? അത് ചെമ്പരത്തി. ഈ ചെമ്പരത്തി ചുമന്ന കളറാ. പിങ്ക് കളറാ. ഇതൊരു പൂവുള്ള നല്ല ഭംഗിയില്ല. ഇത് ഇതിനകത്തിലെ മൊട്ട് പോലത്തെ. ഇതിന്റെ മൊട്ടാണ് ഈ വെള്ള കളറിൽ കാണുന്നത്. ഇത് പ്ലാസ്റ്റിക് അല്ലേ? വേണ്ട, ഇത് പ്ലാസ്റ്റിക് എന്ന് പറയത്തില്ല. ഇത് വേണ്ട, കറക്റ്റ് പ്ലാസ്റ്റിക് എന്ന് പറയത്തില്ല. പ്ലാസ്റ്റിക് അല്ല, ഇത് ചെടിയാ, നട്ടേക്കുന്ന ചെടിയാ. കണ്ടാ പ്ലാസ്റ്റിക് ആന്ന് പറയും. ആരിസ്റ്റിക് ഇത് മൊട്ടായില്ല, മൊട്ട് പൊടിഞ്ഞു. ഇവിടുത്തെ മൊട്ട് ഇത് മൊട്ടിന്റെ ആയിരുന്നു. ഇത് പന്നലായതാ. ഒരെണ്ണം ആയിരുന്നു കെട്ടി വെച്ച് ചതുരം പോലെ കട്ട് ചെയ്ത് വിട്ടേ. ഇത് വളർന്നു വന്നോണ്ട് ഇപ്പൊ അറിയത്തില്ല. ഇപ്പഴും ഞങ്ങളുടെ വീട്ടിൽ വെച്ച് കണ്ട ഓർക്കിഡ്. പക്ഷെ ഞങ്ങളുടെ വീടിനെക്കാട്ടി നല്ല രസമായിട്ട് കൊല പിടിച്ചിരിക്കുന്ന ഇവിടുത്തെ പോലെ ചെറിയ ആലോവേര ഉണ്ട്. ഇതാ ഞങ്ങളുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ ചെറിയ ആലോവേര. അവിടുത്തെ എല്ലാം പറിച്ചു തീർന്നു പോയി. അടീനിയ തൈയാണ് നട്ടിട്ട് കുറച്ച് വാഴിച്ചു കഴിഞ്ഞുണ്ട്. അടീനിയ തൈ അരിയിട്ട് കിളിപ്പിച്ചതാ. വെച്ചിട്ടുണ്ട് മരത്തിൽ കയറാൻ. ആ കയറി കാണിച്ചു തരാം.